ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായ എണ്ണ ഇറക്കുമതി. അത് പെട്ടെന്നൊരു ദിവസം ഒരു വിദേശ ശക്തിയുടെ തീരുമാനത്തിൽ നിന്ന് നിന്നുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയ ഒരു നിർണായക പ്രതിസന്ധിയുടെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഊർജ്ജ ആവശ്യങ്ങൾ, അതിന്റെ ഭാവി ഒരു വിദേശ രാജ്യം ഒപ്പിടുന്ന ഒരൊറ്റ കടലാസിലായി പോകുന്നു. ആ ഒരു അവസ്ഥ, നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈയൊരു ചിന്ത തന്നെ ധാരാളമാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്ര വഷളായത്? നമുക്ക് ആ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകാം. 2026 ഏപ്രിലിലെ ആ ഒരു സംഘർഷം നിറഞ്ഞ ആഗോള സാഹചര്യത്തിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വർഷം 2026. ലോകം ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണ്. പ്രധാനപ്പെട്ട എണ്ണപ്പാതകളൊക്കെ സംഘർഷഭരിതമായി, മാർക്കറ്റുകളാകെ അസ്ഥിരമായി. എങ്ങനെയാണ് ഈയൊരു സാഹചര്യത്തിലേക്ക് ലോകം എത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് കൈവിട്ടുപോയത്. ഫെബ്രുവരിയിൽ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ തുടങ്ങി. മാർച്ച് ആയപ്പോഴേക്കും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കടന്നുപോകുന്ന വഴികളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് അവിടെ വലിയ തടസ്സങ്ങൾ നേരിട്ടു. ഇത് ആഗോള വിപണിയെ ശരിക്കും പിടിച്ചുകുലുക്കി. ഏപ്രിൽ ആയപ്പോഴേക്കും അമേരിക്കയുടെ ഒരു തീരുമാനം ഇന്ത്യയെ പ്രതിസന്ധിയുടെ നേരെ നടുവിലേക്ക് കൊണ്ടുവന്നു. ഈ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈയൊരു ഉദാഹരണം മതി. നമ്മുടെ ഒരു വലിയ നഗരത്തിലേക്ക് വെള്ളം വരുന്ന പ്രധാന പൈപ്പ് ലൈനില്ലേ, അതുപോലെയാണിത്. ആ പൈപ്പിൽ ഒരു ബ്ലോക്ക് വന്നാൽ ആ നഗരം മുഴുവൻ ബുദ്ധിമുട്ടിലാകും. അതുപോലെ ലോകത്തിലെ എണ്ണക്കപ്പലുകളിൽ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ വഴി അടഞ്ഞാൽ ആഗോള എണ്ണ വിപണി സ്തംഭിക്കും. പിന്നെ പറയണ്ടല്ലോ, വിലകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരും. അതുതന്നെയാണ് അന്ന് സംഭവിച്ചതും. അങ്ങനെ കാര്യങ്ങൾ സങ്കീർണമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ കേന്ദ്രബിന്ദുവായ ആ സംഭവം നടക്കുന്നത്. അതായത് അമേരിക്കയുടെ ആ നിർണായകമായ ഒരു നയതന്ത്രപരമായ നീക്കം. ഈ സംഘർഷം കാരണം എണ്ണവില ആകാശത്തേക്ക് കുതിക്കുന്നത് കണ്ടപ്പോൾ അത് തടയാനായി അമേരിക്ക ഇന്ത്യയ്ക്കൊരു പ്രത്യേക ഇളവ് കൊടുത്തു. ഒരു താൽക്കാലിക ഇളവ്. 30-day ഓയിൽ വേവർ എന്നായിരുന്നു അതിന്റെ പേര്. സംഭവം ഇത്രയുള്ളൂ. ഉപരോധങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാം. ഇത് ആഗോള വിപണിക്കൊരു ചെറിയ ആശ്വാസം നൽകി. പക്ഷേ അത് താൽക്കാലികം മാത്രമായിരുന്നു. പക്ഷേ ആ ആശ്വാസം അധികനാൾ നീണ്ടുനിന്നില്ല. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആ നിർണായക പ്രഖ്യാപനം നടത്തി. ഇന്ത്യയ്ക്ക് നൽകിയിരുന്ന ആ ഇളവ് അത് ഇനി പുതുക്കില്ല. അതൊരു ഫൈനൽ തീരുമാനമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അമേരിക്ക പെട്ടെന്ന് ഈ തീരുമാനം മാറ്റിയത്? അവരുടെ ഭാഗത്തുനിന്നും വന്ന വിശദീകരണങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ഇത് ഇറാന്റെ സമ്മർദ്ദത്തെ ചെറുക്കാൻ കൊടുത്ത ഒരു താൽക്കാലിക നടപടി മാത്രമായിരുന്നു. 2, കടലിൽ ഓൾറെഡി യാത്ര തിരിച്ച എണ്ണക്കപ്പലുകൾക്ക് മാത്രമായിരുന്നു ഈ ഇളവ്. പിന്നെ ഏറ്റവും പ്രധാനമായി, ഈ സംഘർഷത്തിനിടയിൽ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്നത് ഒഴിവാക്കണമായിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ. ശരി, അപ്പോൾ അമേരിക്കയുടെ ഈ ഒറ്റ തീരുമാനം ആഗോള എണ്ണ വിപണിയിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും വലുതായിരുന്നു. ഈ ഇളവുണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇന്ത്യയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ കിട്ടിയിരുന്നു. അത് ആഗോള വിലക്കയറ്റത്തിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ രക്ഷിച്ചു. എന്നാൽ ഇളവ് പിൻവലിച്ചതോടെയോ ഇന്ത്യയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ പറ്റാതായി. പെട്ടെന്ന് തന്നെ പുതിയ വിൽപ്പനക്കാരെ കണ്ടെത്തേണ്ടി വന്നു. ഇത് സ്വാഭാവികമായും വിപണിയിൽ എണ്ണയ്ക്കുള്ള ഡിമാൻഡ് കൂട്ടി, മറ്റു രാജ്യങ്ങളുമായൊരു മത്സരത്തിന് തന്നെ വഴിവെച്ചു. ഇതൊരു ഡോമിനോ പതിന്നതുപോലെയായിരുന്നു, ഒന്നിനു പുറകെ ഒന്നായി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നാണല്ലോ ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യ റഷ്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തായപ്പോൾ എന്ത് സംഭവിച്ചു? സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നു. ഈ പെട്ടെന്നുണ്ടായ ഡിമാൻഡ് വർധനവ് ആ രാജ്യങ്ങളിലെ എണ്ണയ്ക്ക് വില കൂട്ടാൻ കാരണമായി. അങ്ങനെ ആഗോള വിപണി മുഴുവൻ ഒരു സമ്മർദ്ദത്തിലായി. ഇതോടുകൂടി ഇന്ത്യ ശരിക്കും ഒരു കവലയിലെത്തിയതുപോലെയായി. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും ഒപ്പം വിദേശ നയവും ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്ന ഒരു നിമിഷം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ വാഷിംഗ്ടണിൽ നിന്നുള്ള സന്ദേശം വളരെ വ്യക്തമായിരുന്നു. റഷ്യൻ എണ്ണയ്ക്കു പകരം ഇന്ത്യ അമേരിക്കൻ എണ്ണ വാങ്ങണം. ഇതൊരു സഹായ വാഗ്ദാനം എന്നതിലുപരി അതൊരു ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ 2 കടുപ്പമേറിയ വഴികളായിരുന്നു. ഒന്നാമത്തെ വഴി, അമേരിക്ക പറയുന്നത് പോലെ അവരുടെ പക്ഷത്ത് ചേർന്ന് USA എണ്ണ ഇറക്കുമതി കൂട്ടുക. രണ്ടാമത്തെ വഴി, ഈ സമ്മർദ്ദത്തെ അതിജീവിച്ച് സ്വന്തമായി പുതിയ ഊർജ്ജ പങ്കാളികളെ കണ്ടെത്തുക. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രധാന വെല്ലുവിളി?
രാജ്യത്തിന്റെ ഊർജ്ജസുരക്ഷയും അതേസമയം നമ്മുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യവും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് തന്നെ. ഇത് വെറുമൊരു എണ്ണയുടെ കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെയും വിദേശനയത്തെയും സംബന്ധിച്ച ഒരു വലിയ തീരുമാനമായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. വൻ ശക്തികളുടെ ഈ ഊർജ്ജരാഷ്ട്രീയ കളത്തില് ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്തിന് ശരിക്കും സ്വന്തമായി തീരുമാനങ്ങളെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ, അതോ അതെല്ലാം ഒരു മിഥ്യയാണോ? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം.